എൻലെസ് ജേണി ബൈ ദീപുവിന്റെ ഇന്നത്തെ വീഡിയോയിൽ ശബരിമല യാത്രയുടെ ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങളങ്ങനെ പമ്പ ഗണപതിയുടെ അടുത്തെത്തി. പമ്പ ഗണപതി അമ്പലത്തിലോട്ട് കയറിക്കൊണ്ടിരിക്കുക ഞങ്ങള്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നല്ല ജനബാഹുല്യമാണ് കേട്ടോ. അയ്യോ, ഞങ്ങളങ്ങനെ ഇവിടെ എത്തി പമ്പാ ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കാനൊക്കെ തുടങ്ങുക. ഇവിടെയാണ് പമ്പാ ഗണപതിക്ക് തേങ്ങ ഉടക്കുന്ന സ്ഥലം. ഞാൻ ആദ്യം തേങ്ങ ഉടച്ചു. അത് കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും കൂടെ തേങ്ങ ഉടയ്ക്കാനായിട്ട് നിൽക്കുക. അയ്യോ, അമ്മ എറിഞ്ഞാൽ അത് പൊട്ടുമോ എന്നുള്ള കാര്യം സംശയം ഉണ്ടായിരുന്നു. എന്തായാലും ഭഗവാൻ അനുഗ്രഹിച്ച് അത് പൊട്ടി കേട്ടോ. എന്തുമാത്രം തേങ്ങകളാണ് ഇവിടെ വന്ന് കിടക്കുന്നതെന്ന് അറിയാം. അങ്ങനെ പമ്പാ ഗണപതിയെ തൊഴുത് അവിടുന്ന് ഉപദേവ നടകളൊക്കെ ഒന്ന് കറങ്ങി നടന്ന് തൊഴാവെന്ന് വെച്ചു. അവിടെ തന്നെ കുറെ ഉപദേവ നടകളുണ്ട്. ഹനുമാൻ സ്വാമിയുടെ നട, അതേപോലെ ദേവി നടയുണ്ട്. അങ്ങനെ കുറെ പ്രതിഷ്ഠകളുണ്ട്. അപ്പൊ അവിടൊക്കെ ഒന്ന് കയറി തൊഴുതിട്ട് നേരെ പിന്നെ പോവാന്ന് വെച്ചാൽ. അപ്പൊ ഇവിടെ നോക്കിയപ്പോ കെട്ടുനിറ മണ്ഡപം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മണ്ഡപം കണ്ടു. നമുക്ക് പമ്പയിൽ വന്നിട്ടും കെട്ട് നിറയ്ക്കാനുള്ള സൗകര്യമുണ്ട്. എന്റെ പൊന്നോ, ഇനി മലയ്ക്ക് വരുന്നവര് ഇങ്ങനൊരു സാധനം ഓർത്തോണം. ഇതെന്തെന്ന് സ്പോട്ട് ബുക്കിംഗ് എന്ന് പറഞ്ഞൊരു സാധനം. നല്ല മെനക്കേടാ കേട്ടോ. അത് മണിക്കൂറോളം ക്യൂ നിന്ന്. ഏകദേശം ഞാൻ 2:30 ആയപ്പോൾ ഇവിടെ എത്തിയതാ. മണി 4:30 ആയി. എന്നിട്ടാണ് ഇതിൻ്റെ കിട്ടിയത്. മുകളിലോട്ട് ചെല്ലുമ്പോൾ പറയാം ബാക്കി എന്തൊക്കെയാ കാര്യം എന്നുള്ളത്. ഒരാവശ്യമില്ലാത്ത കാര്യമാണ് സത്യത്തിൽ. ഇത് പന്തളം രാജാവിന്റെ എന്തോ ഒരു സംഗതിയാണ്. അതായത് പന്തളം രാജാവ് ഇവിടെ വന്ന് ഇരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് സ്പോട്ട് ബുക്കിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ സ്പോട്ട് ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ മണിക്കൂറുകളോളം ക്യൂ നിന്നെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കിട്ടത്തുള്ളൂ. സത്യത്തിൽ അത് എന്തിനാണെന്നുള്ളത് എനിക്കും മനസ്സിലാകുന്നില്ല. ഈ സ്പോട്ട് ബുക്കിംഗ് എന്ന് പറയുന്ന ആ പേപ്പർ തന്നപ്പം ഞാൻ വിചാരിച്ചത് എന്തോ അത്യാവശ്യമുള്ള കാര്യമാണെന്ന്. പക്ഷെ ഇത് കാനനപ്പാതയാ കേട്ടോ. ആ സൈഡിൽ കൂടെ അതുവഴി ഡോളിയിൽ ആരെയൊക്കെ എടുത്തോണ്ട് പോകുന്നുണ്ട്. അതുവഴി ഡോളി പോകുന്നത് അതുവഴിയാണെന്ന് തോന്നുന്നു. അല്ല, 2 സൈഡിൽ നിന്നും പോകുന്നുണ്ട്. ഈ വഴിയും പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ ഡോളികളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ താഴെ അന്വേഷിച്ച സമയത്ത് ഈ സ്പോട്ട് ബുക്കിങ്ങിന്റെ പേപ്പർ മുകളിൽ ആവശ്യമൊന്നുമില്ല. ഇവിടെ നമുക്ക് സ്പോട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പോട്ട് ബുക്കിംഗ് ഇവിടെ തന്നെ നമുക്ക് പിന്നെ അതിന്റെ പേപ്പർ കളയാം. സ്പോട്ട് ബുക്ക് ചെയ്ത് അങ്ങോട്ട് കയറണമെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നീലിമല ബോട്ടം എന്ന് പറഞ്ഞാൽ അതിന്റെ അടിവാരത്തൂടെ പതുക്കെ നീലിമല കയറിക്കൊണ്ടിരിക്കുക. എൻ്റെ അമ്മോ, നീലിമല കയറ്റം കഠിനം പൊന്നയ്യപ്പ. അമ്മയ്ക്കും അച്ഛനൊക്കെ നല്ല ക്ഷീണിച്ചു കേട്ടോ. ഞാനും ചെറുതായിട്ട് അണയ്ക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ചത്ര നിസ്സാരമല്ല. ഇവിടെ 2 സൈഡിലും പിന്നെ എന്ന് പറഞ്ഞാൽ പടി വെച്ചിട്ടുമുണ്ട്, അതേപോലെ തന്നെ കോൺക്രീറ്റ് പാതയുണ്ട്. പക്ഷെ കോൺക്രീറ്റ് പാതയേക്കാൾ സേഫ് പടിവഴി കയറുന്നതാണ് കേട്ടോ. വരുന്നവർ ശ്രദ്ധിച്ചോണം. കാരണം കോൺക്രീറ്റ് പാതയിൽ കല്ലിങ്ങനെ മൊന പോലെ നിൽക്കുക. ചവിട്ടുന്നുണ്ടെങ്കിൽ നല്ല വേദന എടുക്കും. അത് തന്നെ എൻ്റെ ക്യാമറയിൽ കണ്ടില്ലേ ഒരു ചെറിയ പ്രകാശത്തിന്റെ റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ട് നന്നായിട്ട്. അയ്യോ, അങ്ങനെ ഞങ്ങള് ഒരു ചായക്കടയിൽ കയറി ഒരു കട്ടൻ ചായ അടിക്കാമെന്ന് വെച്ചുണ്ട്. കട്ടൻ ചായയും കട്ടൻ കാപ്പിയും എല്ലാം കിട്ടും കേട്ടോ. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് കടകളാണ്. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, തണ്ണിമത്തന്, അതേപോലെ പപ്പായ, പിന്നെ പൈനാപ്പിള്, അതൊക്കെ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ മുഴുവനായിട്ടും വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ചായക്കടകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഭക്ഷണത്തിനൊന്നും നമുക്ക് വേറെ വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അയ്യോ, അച്ഛനും അമ്മയും നന്നായിട്ട് ക്ഷീണിച്ചു കേട്ടോ. അതുകൊണ്ടാ ഇവിടെ തന്നെ അങ്ങ് കയറിയത്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുന്ന ഒരു മഡ് ഹൗസ് കാണാൻ പറ്റും. ഞങ്ങളങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടിറങ്ങി നേരെ ഏകദേശം നീലിമല ടോപ്പിലെത്തി. അപ്പോൾ നീലിമല ഏകദേശം തീരാറായി. ഇനി അടുത്തത് അങ്ങോട്ടുള്ള യാത്രകൾ ഇത്രത്തോളം കഠിനമാണോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ശരിക്കും അച്ഛനും അമ്മയൊക്കെ കുഴപ്പി കേട്ടോ. ഇത് മൊത്തം നല്ല കല്ല് പാകിയിട്ടിരിക്കുക. വലിയ ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ. പണ്ട് ഞാനിവിടെ വന്ന സമയത്ത് ഈ മണ്ണായിരുന്നപ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഇത്രയും മല കയറാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു കേട്ടോ. മരത്തിന്റെ വേരും ഒക്കെ ആയിരുന്നു. ഇവിടെ വേണ്ട ട്രാവൻകൂർ ദേവസ്വം ബോർഡ് കാർഡിയോളജി സെന്റർ. അങ്ങനെ നമ്മൾ നീലിമല ടോപ്പ് എത്തി. ഈ വരുന്ന വഴിക്കെല്ലാം ടോയ്ലറ്റ് സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം കാനനം ഒന്നും വൃത്തികേട് ആകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണിത്. ഇവിടെ സത്യം പറഞ്ഞാൽ കുപ്പിവെള്ളം പോലും കിട്ടത്തില്ല, പ്ലാസ്റ്റിക്. അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് അപ്പാച്ചിമേട് ബോട്ടം എത്തി. അപ്പാച്ചിമേട് കയറാനായിട്ട് തുടങ്ങുക കേട്ടോ. ഇവിടെ കടകളിലൊന്നും തിരക്കിയാൽ ഒരു കുപ്പി വെള്ളം പോലും കിട്ടത്തില്ല. പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഒരു ഉൽപ്പന്നങ്ങളും, അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഈ പിന്നെ മലനിരകളൊക്കെ.
ക്ഷേത്രം മാത്രമേ ഉള്ളൂ ശരിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വകയായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ, ഇപ്പൊ നമ്മള് പാച്ചിമേട് കയറിക്കൊണ്ടിരിക്കുക. അയ്യോ, അയ്യോ, ഓരോ മലകൾ കയറും തോറും ഹൈറ്റ് കൂടി കൂടി വരിക കേട്ടോ. അതാണ് നമ്മൾ വന്ന വഴി. എൻ്റെ അമ്മോ, അതാണ്ട് ഇതിവിടെ ഒരമ്മച്ചിയെ ഡോളിയിൽ എടുത്തോണ്ട് വന്നേ കണ്ടോ, അപ്പുറത്തെ സൈഡിൽ കൂടെ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുറച്ചേരം ഒന്ന് നിൽക്കട്ടെ. അപ്പുറത്തെ സൈഡ് ഇങ്ങനെ ഇട്ടിരിക്കുന്ന പറഞ്ഞാൽ ആംബുലൻസിന് പോകാനും അതേപോലെ എന്തെങ്കിലും പിന്നെ കാറുകളും ഒക്കെ എമർജൻസി ആയിട്ട് വന്നു പോകാൻ വേണ്ടിയിട്ടാണ് അപ്പുറത്ത് സ്റ്റെപ്പ് ചെയ്തിട്ടില്ല, പ്ലെയിനായിട്ട് ചെയ്തിരിക്കുന്നേ, നിരപ്പായിട്ടെ. അയ്യോ, ഇതുവഴിയൊക്കെ എങ്ങനെ ഇറങ്ങി വരും ഇല്ലേ? അതുകൊണ്ട് ഇവിടെ ചടച്ചി എന്നും പറഞ്ഞൊരു മരം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എഴുതി ഒട്ടിച്ചിരിക്കുന്ന സാധനമാണ് കേട്ടോ. അതുകൊണ്ടേ ഇതുപോലെ ഇഷ്ടം പോലെ മരങ്ങളുണ്ട് കേട്ടോ. നമ്മൾ പല സ്ഥലങ്ങളിലും ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലുള്ള പല സ്ഥലങ്ങളിലും ചെല്ലുന്നത് പോലെ തന്നെ ഇവിടെയും ഇങ്ങനെ മരങ്ങളുടെയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒരു പിൽഗ്രിമേജ് സെന്റർ ആണെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഏകദേശം ഞങ്ങള് ഇവിടെ എനിക്ക് തോന്നുന്നു അപ്പാച്ചിമേട് തീരാറായെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെയാണ് ഇവിടെ എത്തിയപ്പോൾ ഇവിടെയും കുറച്ച് തുറസായ സ്ഥലമാണ്. ഇവിടെ കണ്ട ഉണ്ട വഴിപാടെന്നും പറഞ്ഞൊരു വഴിപാട്, അത് അപ്പാച്ചിമേട് ഉണ്ട വഴിപാട്. അപ്പാച്ചിമേട്ടിൽ എന്തോ ചെയ്യാനുള്ളൊരു വഴിപാടാണ്. എന്തായാലും ഇവിടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കയറി വരുന്ന വഴിക്കെല്ലാം മുകളിൽ ഷീറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടില്ലേ തണ്ണിമത്തൻ, അതേപോലെ കാക്കടി, അതായത് സലാഡ് വെള്ളരി. ഇതിന് നോർത്ത് ഇന്ത്യയിലൊക്കെ പറഞ്ഞ കാക്കടി എന്നാണ്. ഏകദേശം ഞങ്ങൾ ശരംകുത്തി എത്തി എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് അമ്മയും അച്ഛനും ക്ഷീണിച്ച് അവിടെ ഒരു സൈഡിൽ ഇരിപ്പുറപ്പിച്ചു. അപ്പാച്ചിമേട് ടോപ്പാണിത്. അപ്പാച്ചിമേട് ടോപ്പ് എത്തിയാൽ ഏകദേശം നമ്മൾ ശരംകുത്തിയോടടുത്ത് എത്തി എന്നാണ് ധരിക്കേണ്ടത്. ഞങ്ങൾ 4 പേരും കൂടെ അപ്പാച്ചിമേട് കയറി കഴിഞ്ഞു. അയ്യോ, അമ്മയൊക്കെ നല്ല ക്ഷീണിച്ച്. സത്യത്തില് ഈ തറയെ കല്ല് പാകിയിരിക്കുന്നതും ഈ മുകളില് ഷീറ്റ് ഇട്ടിരിക്കുന്നതും ഒക്കെ ഓരോ ഭക്തരുടെ വഴിപാടാണ് കേട്ടോ. ആര്യഭവന്റെ ഒരു ചായക്കടയും റെസ്റ്റോറൻറ്റുകൾ കുറവാണ്. എനിക്ക് തോന്നുന്നു സന്നിധാനത്ത് എത്തിയിട്ടേ റെസ്റ്റോറൻറ്റ് കിട്ടത്തുള്ളൂ എന്ന് തോന്നുന്നു. അയ്യോ, അങ്ങനെ ഏകദേശം ഞങ്ങൾ ശരംകുത്തി എത്തി കേട്ടോ. ശരംകുത്തി എത്തിയപ്പോഴത്തേനും അവർ 3 പേരും ക്ഷീണിച്ചു, ഞാനും ക്ഷീണിച്ചു കേട്ടോ. നമ്മൾ കള്ളം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ അവിടെ കുറച്ചു നേരം ഇരുന്നു. അതുകൊണ്ട് ഇതാണ് ശരംകുത്തി, ശബരിപീഠം ശരംകുത്തി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ശരം വഴിപാട്, അതായത് ശരംകുത്തി ആലില് നമുക്ക് കുത്താനുള്ള ശരം വഴിപാട് ഇവിടുന്ന് കിട്ടും. ശരം, അത് ഞാൻ കാണിച്ചുതരാം, അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാണിച്ചുതരാം. അയ്യോ, ഇനിയിപ്പോ കുറച്ചങ്ങോട്ട് ഇറക്കവാ കേട്ടോ. കുറച്ചങ്ങോട്ട് ഇറക്കം കഴിഞ്ഞ് സ്ട്രെയിറ്റ് ആണ്. അത് കഴിഞ്ഞിട്ടൊരു സ്വല്പം കയറ്റം വരും, ഒരു ചെറിയ കയറ്റം അത്രയുള്ളെന്നാണ് കടക്കാരൻ പറഞ്ഞത്. താഴെ ഞങ്ങൾ ഒരു കടക്കാരനോട് അന്വേഷിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഇനിയിപ്പോൾ അങ്ങോട്ട് വലിയ കുഴപ്പമില്ല, കുറച്ച് സമാധാനമുള്ള യാത്രയാണെന്നാണ് പറഞ്ഞത്. അയ്യോ, ഇതുവരെയും സമാധാനത്തിന് കുഴപ്പമൊന്നുമില്ല, എങ്കിലും മല കയറുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. ഇവിടെ നാളികേരം വിൽക്കാൻ ഒരു കൗണ്ടറുണ്ട്, ശരം വഴിപാടിന് വേറൊരു കൗണ്ടർ. ഇവിടുന്ന് നമ്മൾ ഈ ശരം വാങ്ങിച്ച് നണ്ട ആലിൽ കൊണ്ടൊന്ന് കുത്തണം. പക്ഷേ ആലില് തൊട്ടി കെട്ടിയിട്ടേക്കുക, തൊട്ടിലുകളാണ് കെട്ടിയിട്ടേക്കുന്നത്. ഇതാണ് ഭഗവാന്റെ ശരം വന്ന് വീണ സ്ഥലം എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. പന്തളം രാജാവിനോട് പറഞ്ഞിട്ട് അമ്പ ചെയ്ത സമയത്ത് ശരം വന്ന് വീണ സ്ഥലം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവിടെയാണ്, മതിലേലാണല്ലോ ശരം കുത്തുന്നത്, അവിടെ തേങ്ങ ഉടയ്ക്കുന്നത്. ആ തേങ്ങ ഉടയ്ക്കുന്നതിന്റെ സൈഡിൽ തന്നെയാണ് ശരം കുത്താനുള്ള സൗകര്യം. ഏകദേശം അങ്ങനെ സന്നിധാനത്തോട് നമ്മൾ അടുക്കാറായി കേട്ടോ. എന്തൊരു സത്യം പറഞ്ഞുണ്ടല്ലോ ഈ ഇവിടെ തേങ്ങ ഉടയ്ക്കുന്നേ. നമ്മള് താഴെ പമ്പാ ഗണപതിയുടെ ഇവിടെ കണ്ടതുപോലെ തന്നെ ഇഷ്ടം പോലെ തേങ്ങ ഇവിടെ കൊണ്ടൊന്ന് ഉടയ്ക്കുന്നുണ്ട് ആളുകൾ. ഞങ്ങളും തേങ്ങ ഇവിടെ ഒന്ന് ഉടച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നാളികേര കൗണ്ടറിൽ നിന്ന് ഒന്നിന് അവന്മാർ എത്ര രൂപയാണെന്ന് എഴുതി വെച്ചിട്ടില്ല കേട്ടോ. എന്തായാലും 40 രൂപ ഒരു തേങ്ങയ്ക്ക് വാങ്ങിച്ചു. പോട്ടെ, സാരമില്ല. അപ്പൊ ഇനിയിപ്പോ ഇവിടെയും കൂടെ നാളികേരം ഉടച്ചിട്ട് വേണം
നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. കാരണം അതാത് സ്ഥലത്ത് ചെന്ന് ഈ തേങ്ങ വാങ്ങിക്കുന്ന സേഫ് കേട്ടോ. ഇനി ഇവിടെയാണ് നമ്മൾ കറുപ്പ് കച്ച അഴിച്ചു വെക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, എല്ലാവരും കറുപ്പ് കച്ച കൊണ്ടുവന്ന് അഴിച്ച് അതേലിങ്ങനെ തൂക്കി തൂക്കിയിടും. ഭഗവാനെ, അങ്ങനെ ഞാനും കറുപ്പ് കച്ചയൊക്കെ അഴിച്ചു വെച്ചു. സത്യത്തിലേ ഏതാണ്ട് ഇവിടെയാണ് ശരം കുത്തുന്നത്. അമ്മയുടെ കെട്ടൂടെ എൻ്റെ തോളെ കിടക്കുക. അമ്മയ്ക്ക് അതുകൂടെ എടുത്തോണ്ട് മേളിലോട്ട് കയറാനുള്ള ആരോഗ്യമില്ലെന്ന് പറഞ്ഞു. ഇത് കണ്ടില്ലേ, കംപ്ലീറ്റ് വനമാണ് കേട്ടോ. ഉഫ്, സത്യം പറഞ്ഞാൽ ഇവിടെ ഈ സീസൺ അല്ലെങ്കിൽ, ഇവിടെങ്ങും ആരും ഇല്ലെങ്കിൽ വന്യമൃഗങ്ങളൊക്കെ ധാരാളം ഇറങ്ങുന്ന സ്ഥലമാണ്. പിന്നെ അതുപോലെ വേസ്റ്റും കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഹോട്ടൽ അയ്യപ്പാസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ ഫ്രണ്ടിൽ ഒരു യമണ്ടൻ കിണ്ടി, എനിക്ക് തോന്നുന്നത് കോൺക്രീറ്റിൽ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ കൊണ്ടുവന്ന് ചെയ്തതാണോ അതോ ഇത് ചെയ്ത് അവിടുന്ന് ചുമ്മിക്കൊണ്ട് വന്നാണോ എന്തോ ആർക്കറിയാം. ഇവിടെ പിന്നെ വണ്ടികളൊക്കെ വന്നു പോകാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. കാരണം എമർജൻസി ആംബുലൻസുകൾ, അതേപോലെ ഫയർഫോഴ്സ്, അതിനൊക്കെ പെട്ടെന്ന് വന്നിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് സാധാരണ വണ്ടിയൊന്നും കയറി വരില്ല, ജീപ്പ് പോലത്തെ വല്ല വണ്ടികളൊക്കെ കയറുള്ളൂ കേട്ടോ. അയ്യോ, അങ്ങനെ ഏകദേശം ശരംകുത്തിയും കടന്ന് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ കുടിവെള്ളത്തിനുള്ള സൗകര്യമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ മാത്രമല്ല കേട്ടോ, അവിടെ നമുക്ക് വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ അത് ശേഖരിക്കാനുള്ള മിനറൽ വാട്ടർ സൗകര്യം ഇഷ്ടം പോലെ ഉണ്ട്. അത് കുപ്പിയിൽ കിട്ടത്തില്ല. നമ്മൾ വല്ല കുപ്പിയും കൊണ്ട് വന്നാൽ പിന്നെ അതിനകത്ത് പിടിച്ച് നമുക്ക് കുടിക്കാം. പക്ഷേ അതിവിടെ ഉപേക്ഷിക്കാൻ പാടില്ല. ഇവിടൊക്കെ ഇട്ടേച്ച് പോയാൽ പ്രത്യേക ഫൈൻ അടിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഇനിയിപ്പോൾ അവിടെ ക്യാമറകളൊക്കെ കണ്ടേക്കാം. അതുകൊണ്ട് ഇവിടെ ഒരു യമണ്ടൻ മരം കേട്ടോ. ഉഫ്, ആകാശം മുട്ട നിൽക്കുകയാണത്. അത് റോഡിന്റെ നടുക്ക് കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് കയറി വരുന്നതിന്റെ നടുക്ക്. സത്യം ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് ഇവിടെ കയറി വരുന്നുണ്ട് കേട്ടോ. ആ വനത്തിന്റെ ആ ഒരു പവിത്രത അല്ലെങ്കിൽ പ്രകൃതിയുടെ ആ ഒരു ഭംഗി ഒട്ടും കളയാതെ തന്നെ അതിനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഈ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ താഴേന്ന് കയറി വന്നപ്പം കാനനപാത കണ്ടില്ലേ? ആ കാനനപാത ഇവിടെയാണ് വന്ന് ചേരുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് താപ്പോട്ട് പോയാൽ കാനനപാതയാണ് കണ്ടോ. നമ്മൾ എന്തായാലും ഇനിയും തിരിച്ചിറങ്ങിപ്പോകുന്നത് ഈ കാനനപാത വഴി പോകാമെന്നാണ് നമ്മളിപ്പം എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം അതും ഒന്ന് കണ്ടിരിക്കാമല്ലോ. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് കാനനപാതയുടെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ജനങ്ങളെന്നും പറഞ്ഞാൽ പോരാ, ഇഷ്ടം പോലെ ജനങ്ങളാണ് കേട്ടോ. പിന്നെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ അവിടെ ഡസ്റ്റ് ബിന്നുകളൊക്കെ വെച്ചിട്ടുണ്ട്. അവോയ്ഡ് പ്ലാസ്റ്റിക് കണ്ടില്ലേ, ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അവോയ്ഡ് പ്ലാസ്റ്റിക്. വൃത്തിയുടെ കാര്യത്തിൽ ഒരുപാട് ഇത് ഡോളി ചെക്കിംഗ് കൗണ്ടർ. ഈ ഡോളിക്ക് ചെക്കിംഗ് ഉണ്ട് കേട്ടോ. അതായത് താഴെ നമ്മൾ കൊടുക്കുന്ന പൈസ മുഴുവനും ഇവർക്കല്ല. അങ്ങനെ ഡോളി ചെക്കിംഗ് കൗണ്ടറും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ മരക്കൂട്ടമെത്തി. ഞാൻ ഇത്രയും സ്ലോയിൽ ഈ വീഡിയോ കാണിക്കുന്നതിന്റെ കാര്യം ശബരിമലയുടെ എല്ലാ അനുഭൂതിയും ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഭാവിയിൽ ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ച് കാണുമ്പോഴായാലും എനിക്കിതിൻ്റെ ഒരു ഫീലിങ്സ് കംപ്ലീറ്റ് ആയിട്ട് അറിയണം. അതിനു വേണ്ടിയിട്ടാ. അങ്ങനെ നമ്മൾ മരക്കൂട്ടത്തെത്തി. ഇവിടെ വാട്ടർ ടാങ്കുകള്. ദാണ്ട് അപ്പുറത്തെ എക്കോ ടോയ്ലറ്റ് കേട്ടോ. അടിപൊളി ഇക്കോ ടോയ്ലറ്റ് സിസ്റ്റവും ഇവിടെ അറേഞ്ച് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 1.5-2 കിലോമീറ്ററിനകത്തേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ഇവിടെ ക്യൂവിലെത്താൻ. ദാണ്ട ഡോളിയില് അങ്ങോട്ട് പോയവരെ തിരിച്ചു കൊണ്ടുവരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡോളികൾ പൊക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അതിനിടയ്ക്കിടയ്ക്ക് അവര് ഡോളി ഡോളി എന്ന് പറയും. നമ്മൾ ഉടനെ ചാടി മാറിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മളെ ഇടിച്ചിട്ടുണ്ട് പോകും. ഇതുകൊണ്ടുള്ള ഒരു ഇടി കിട്ടിയുണ്ടല്ലോ, ഇരിപ്പതാ ദൈവമേ. ആ കാനന ഭംഗി. ഡു നോട്ട് അപ്രോച്ച് ഓർ ഫീഡ് വൈൽഡ് ആനിമൽസ്. ഈ കുരങ്ങുകളും അതേപോലെ എല്ലാം ഉണ്ട്, മൃഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഒന്നിനെ ഇപ്പൊ തൽക്കാലം പുറത്തോട്ട് കാണുന്നില്ല, കാരണം ഇതിപ്പം വെളുപ്പിനെ ഏകദേശം ഒരു 6-6:30 മണി ആയിട്ടേ ഉള്ളൂ. 6:30-7 മണി അങ്ങോട്ട് അടുപ്പിച്ചായിട്ടേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടായിരിക്കും അവരെങ്ങും പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല ഇതുവരെ.
സ്വാമിയേ ശരണമയ്യപ്പ. അയ്യോ, ഇവിടെ വേണ്ട റോഡിന് നടുക്ക് വേറൊരു മരം, എന്തുവാ നെടുന്നൽ എന്നോ അങ്ങനെ എന്തോ ഒരു മരമാണ്. സത്യത്തെ അത് എഴുതി വെച്ചിരിക്കുന്ന മാഞ്ഞു പോയി കേട്ടോ. നെരുന്നൽ എന്നാണെന്ന് തോന്നുന്നു. ദൈവമേ, അതും ഒരു അന്യായ മരം കേട്ടോ. ആകാശം മുട്ടി നിൽക്കുക. വണ്ണം കുറവാണ്, പക്ഷെ നല്ല ഹൈറ്റിലാണ് അത് നിൽക്കുന്നേ. അയ്യപ്പോ, ഇവിടെ വരുന്ന വഴിക്ക് അവിടെ ആയിട്ട് ഇഷ്ടം പോലെ മരങ്ങൾ ഇങ്ങനെ റോഡിന്റെ നടുക്ക് തന്നെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പൊ അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് നടപ്പാത ഉണ്ടാക്കിയിരിക്കുന്നത്. വണ്ടി പോകാനുള്ള സൗകര്യം സൈഡിലുണ്ട്. ഇത് ഊഞ്ഞാവ്, ചീരളം, ഊഞ്ഞാവ് ഓർ ചീരളം എന്നെഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ആയുർവേദ ഔഷധ ഗണങ്ങളിൽ പെടുന്ന മരങ്ങളും സസ്യങ്ങളും ഒക്കെ ആവാം. എന്തായാലും നല്ല കഠിനമായ നടപ്പ് തന്നെ കേട്ടോ. ഏകദേശം ഒരു 2-2.5 മണിക്കൂർ എടുക്കും നമ്മൾ മുകളിലെത്താനായിട്ട്. എന്തായാലും നല്ല ഭക്തിസാന്ദ്രമായ ഒരു യാത്ര. ഇവിടെ നിന്നാല് അങ്ങ് ദൂരെ മലനിരകളും മഞ്ഞും വനങ്ങളുമൊക്കെ ആയിട്ട് നല്ല മനോഹരമായ പ്രകൃതി ഭംഗിയുള്ള ഒരു കാഴ്ച. അപ്പോ ശബരിമല യാത്രയിലെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്തുന്നു. ബാക്കി സന്നിധാനത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് എൻലെസ് ജേണി ബൈ ദീപുവിന്റെ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.